സച്ചിൻ ടെണ്ടുൽക്കർക്ക് കിട്ടിയ വിരമിക്കൽ ടെസ്റ്റ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ വിടവാങ്ങൽ പ്രസംഗം അപ്പോൾ ഇന്നും നമ്മുടെ കണ്ണിലും കാതിലും ഒക്കെ ഉണ്ടത്. ചെറിയൊരു നൊമ്പരത്തോടു കൂടി അത് അല്ലാതെ നമുക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല. സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം അതുപോലെ ഒരു വിടവാങ്ങലിന് യോഗ്യതയുള്ള ഒരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരാട് കോഹ്ലി മാത്രമായിരുന്നു. കാരണം സച്ചിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കളിക്കാരൻ എല്ലാ ഫോർമാറ്റിലും, ചില ഫോർമാറ്റിൽ സച്ചിനേക്കാൾ മുകളിൽ എന്ന് വരെ പറയാൻ പറ്റുന്ന കളിക്കാരനാണ് വിരാട് കോഹ്ലി. ടെസ്റ്റിൽ പ്രത്യേകിച്ച് അദ്ദേഹം ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഇന്ത്യയെ ഒരു വിപ്ലവാത്മകമായ രീതിയിലാണ് നയിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ച ക്യാപ്റ്റനും അദ്ദേഹം തന്നെയാണ്. ക്യാപ്റ്റനായിരിക്കും ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരവും അദ്ദേഹം തന്നെയാണ്. സാധാരണ ആൾക്കാർ ക്യാപ്റ്റൻസി കിട്ടുമ്പോൾ ബാറ്റിങ്ങിൽ ഡൗൺ ആവാറുണ്ട്. വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ അങ്ങോട്ട് സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയും അങ്ങനെ അടിച്ചങ്ങോട്ട് കൂട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു താരത്തിന് അർഹിച്ച ഒരു വിടവാങ്ങൽ മത്സരം കിട്ടിയില്ല അല്ലേ. ആക്ച്വലി അവസരങ്ങൾ ഉണ്ടായിരുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വിരാട് കോഹ്ലി വിരമിച്ചിരുന്നെങ്കിൽ ഇതുപോലെ നല്ലൊരു അവസരം കിട്ടിയാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നീണ്ടുപോവുകയും പെട്ടെന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വിരാട് കോഹ്ലി വിരമിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് അത് വലിയൊരു വിഷമമായി. അങ്ങനെയല്ലല്ലോ, വിരാട് കോഹ്ലി ഇങ്ങനെ അങ്ങ് പോയാൽ പോയല്ലോ. അതിനുള്ള ഒരു മറുപടി എന്ന വണ്ണം അവർ ചില ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. IPL വീണ്ടും പുനരാരംഭിക്കുകയാണല്ലോ. അപ്പോൾ മെയ് 17 RCB കൊൽക്കത്ത മത്സരം ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അന്ന് മത്സരത്തിനായി സ്റ്റേഡിയത്തിലെത്തുന്ന ആരാധകരോട് ഇന്ത്യയുടെ ടെസ്റ്റ് ജേഴ്സിയോ പൂർണ്ണമായും വെള്ള നിറത്തിലുള്ള വസ്ത്രമോ ധരിച്ചു വരാനാണ് ആരാധകർ അഭ്യർത്ഥിക്കുന്നത്. അത് ഒരു സംഭവമായിരിക്കും. നിങ്ങൾ കണ്ടോ, മാർച്ച് 17 ചിന്നസ്വാമി സ്റ്റേഡിയം ഇങ്ങനെ വെള്ള പരവതാനി വിരിച്ച പോലെ വെളുത്തിരിക്കും. നിങ്ങളും ഒരു ആരാധകരാണെങ്കിൽ ജേഴ്സി വാങ്ങുക, ടിക്കറ്റ് എടുക്കുക, ബാംഗ്ലൂർക്ക് വിടുക.